കണ്ണപ്പ ഇതെന്താപ്പാ ഒരു ഒരു വാഗ പടം. അതിലേക്ക് ഞാൻ വരാം. റൈറ്റ് ആൻഡ് ഡയറക്റ്റഡ് ബൈ ഏതോ ഒരുത്തൻ. അവന്റെ പേര് ഞാൻ നോക്കാൻ പോയില്ല, കാരണം അവന്റെ പേര് നോക്കാൻ പോയാൽ ആ പേര് ഞാൻ ഇവിടെ പറയുമ്പോൾ ചിലപ്പോൾ എൻ്റെ പിന്നാലെ ഞാൻ പറയണതിന്റെ പിന്നാലെ 2 പേര് കൂടുതൽ വരും. കാരണം ആ സൈസ് സാധനമാണ് പണി വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് പേര് ഞാൻ നോക്കാൻ പോയില്ല. ഇതുപോലെ തന്നെ ഈ സിനിമയിലെ നായകൻ വിഷ്ണു മാഞ്ചു, അയാളാണ് നായകൻ. അയാളുടെ ഫാമിലിയിൽ പെട്ട കുറച്ച് ആൾക്കാരും ഈ സിനിമയ്ക്കകത്ത് ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ശരത് കുമാർ ഇതിൻ്റെ അകത്ത് ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട്. ആളുടെ കരിയറിൽ തന്നെ ഏറ്റവും വേസ്റ്റ് ക്യാരക്ടറായിരിക്കും ഇത്. പിന്നെ നമ്മുടെ അക്ഷയ് കുമാർ, ശിവനായിട്ട് അക്ഷയ് കുമാറാണ്. പിന്നെ ശിവന്റെ പാർവതി കാജൽ അഗർവാൾ ആറോഷ് വേഷം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രഭാസ് ഉണ്ട്, മലയാളത്തിൻ്റെ നമ്മുടെ ലാലേട്ടൻ ഉണ്ട്. അങ്ങനെ പോകുന്ന കാസ്റ്റ്. പിന്നെ നായിക പ്രീതി മുകുന്ദൻ. അത് എടുത്തു പറയണം, നായികനെ എടുത്തു പറയണം കേട്ടോ. അതെന്തുകൊണ്ടാണ് എടുത്തു പറയേണ്ടത് ഞാൻ ഈ റിവ്യൂല് ഞാൻ പറയാം. നായിക പ്രീതി മുകുന്ദൻ, അങ്ങനെ ഞാൻ പറഞ്ഞ ഒരു പ്രഭാസ്, ലാലേട്ടൻ, അക്ഷയ് കുമാർ, അങ്ങനെ പോകുന്ന ഒരു കാസ്റ്റ്. സിനിമയിലോട്ട് നമ്മൾ കടന്നു വരുമ്പോൾ ഒരു ജാതി അപരാധം, ഞാൻ പല തരത്തിലുള്ള അപരാധങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാനിവിടെ ഒരു പുതിയൊരു അപരാധം ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഗ്രാഫിക്സ് അപരാധം. ഗ്രാഫിക്സിൽ തീർത്ത ഒരു അൾട്രാ പ്രോമാക്സ് അപരാധമാണ് ഈ സിനിമ. ഇവര് VFX, ഗംഭീര VFX ആണ് ഉദ്ദേശിച്ചതെന്ന് തോന്നുന്നു. അതായത് നമ്മുടെ ഈ ബാഹുബലിയിലും അല്ലെങ്കിൽ ഇതിലൊക്കെ ചെയ്യണ പോലത്തുള്ള ഭയങ്കരമായിട്ടുള്ളൊരു VFX ആണെന്ന് തോന്നുന്നു അവർ ഉദ്ദേശിച്ചത്. പക്ഷെ സാരം ഒരുമാതിരി ഗ്രാഫിക്സ്, ലോക്കൽ ഗ്രാഫിക്സ് പരിപാടി ആയി പോയിട്ട് അത് ഒരു ലോക്കൽ ഗ്രാഫിക്സിൽ തീർത്ത ഒരു അപരാധം. അതുപോലത്തെ ഒരു സിനിമയാണ് കണ്ണപ്പ. അതിൽ സ്റ്റാർട്ടിങ് തന്നെ നമ്മുടെ അക്ഷയ് കുമാർ ശിവനായിട്ട് നിൽക്കുന്നു. അതുപോലെ കാജൽ അഗർവാളുണ്ട് കൂടെ. അവരുടെ സീൻ്റെ ഗ്രാഫിക്സിനെ കണ്ടപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഈ സിനിമയുടെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന്. അതിനുശേഷം നാട്ടിലെ നായകൻ്റെ നായകൻ വിഷ്ണു മാഞ്ചു, അങ്ങനെയാണ് ഇതിൽ നായകൻ. ഞാൻ നേരത്തെ പറഞ്ഞ പുള്ളിയുടെ അവരുടെ ഫാമിലിയോട്ട് ആൾക്കാർ ഈ സിനിമയ്ക്കകത്തുണ്ട്. ഇതിൽ നായകൻ്റെ നായികയായിട്ട് വരുന്നത് നമ്മുടെ പ്രീതി മുകുന്ദൻ. സ്വാഭാവികമായിട്ടും ഈ സിനിമയിൽ പ്രീതി മുകുന്ദൻ നായിക ആയതുകൊണ്ട് തന്നെ ഇയാളാണ് പ്രൊഡ്യൂസർ. ഇതിലെ നായകൻ ഇങ്ങനെ പ്രൊഡ്യൂസറും കൂടിയാണ് ഈ സിനിമയ്ക്കകത്ത്. അപ്പോൾ പുള്ളി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് പുള്ളിയുടെ പൈസ മുതലാക്കാൻ വേണ്ടി ഒരുപാട് സീനുകൾ ഈ പടത്തിനകത്ത് ആഡ് ചെയ്തിട്ടാണ്. നായികയായിട്ട് പ്രീതി മുകുന്ദനായിട്ടുള്ള ഒരുപാട് സീനുകൾ പുള്ളിയുടെ പൈസ മുതലാക്കാൻ വേണ്ടി പുള്ളി ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് 2 തരത്തിലുള്ള ഗുണമാണ് അതിനുണ്ടായത്. ഒന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് പുള്ളിയുടെ പൈസ മുതലാക്കാൻ വേണ്ടി പുള്ളി ചെയ്തു കൂട്ടിയ കലാപരിപാടികൾ സിനിമയ്ക്കകത്ത്. അത് രണ്ടാമതൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പൈസ പോയില്ലല്ലോ എന്ന് തോന്നിപ്പിക്കാതിരിക്കാനായിട്ട് ഉള്ളൊരു സാധനം. കാരണം അയാളുടെ പൈസ പോകാതിരിക്കാൻ വേണ്ടി പുള്ളി ആഡ് ചെയ്ത സീനുകൾ നമ്മൾ തിയേറ്ററിലിരുന്ന് കാണുമ്പോൾ നമുക്ക് തോന്നും കാശ് പോയില്ല എന്ന് തോന്നും. അതെന്താണ് സംഭവം എന്ന് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ അങ്ങനെ പോകുന്ന സിനിമയിൽ പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞ അക്ഷയ് കുമാറാണ് ശിവനായിട്ട് ആ ക്യാരക്ടർ ചെയ്തിരിക്കുന്നത്. നമ്മളെ ലാലേട്ടൻ വരും. ലാലേട്ടൻ വരുന്നതൊക്കെ ഇന്റർവെല്ലിൻ്റെ ഒരു ടൈമിലാട്ടോ. ശരിക്കും ലാലേട്ടന് ഇത് ആകെ വളരെ ചെറിയ വേഷം. ഈ സിനിമയിൽ ഏറ്റവും ചെറിയ വേഷം ചെയ്തിരിക്കുന്നത് ലാലേട്ടനാണ്. കഷ്ടി 5 മിനിറ്റ് അങ്ങോട്ട് ലാലേട്ടുള്ളൂ ആ ഇന്റർവെല്ലിന് മുമ്പുള്ള. പക്ഷെ ലാലേട്ടനെ കൊടുത്ത ക്യാരക്ടർ സത്യം പറഞ്ഞാൽ ആ റോള് നല്ല റോളായിരുന്നേ. പക്ഷെ അത് കൊറിയോഗ്രാഫി ചെയ്ത് വന്നപ്പോൾ നമ്മുടെ കൊറോണ കാലത്തുണ്ടായ ഏഷ്യാനെറ്റിലുണ്ടായിരുന്നൊരു പരിപാടിയില്ലേ, ലാലോണം നല്ലോണം, അതുപോലെ ആയിപ്പോയി. അതുപോലത്തെ മേക്കിങ്, കച്ചറ, ഗ്രാഫിക്സ് എല്ലാം കൂടി വന്നപ്പോൾ ആ ലാലോണം നല്ലോണം പരിപാടി ചെയ്തു. ആ ലാലേട്ടന് കൊടുത്ത ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അതുവരെ പട്ടി ഷോ കാണിച്ച് നടന്ന ആ നായക, ഭയങ്കര ഷോ ഓഫ് ആയിട്ട് നടന്ന നായകനെ ശരിക്കും ഒന്ന് സൈഡാക്കണ ഒരു 5 മിനിറ്റ് ക്യാരക്ടർ തന്നെയായിരുന്നു ആ ലാലേട്ടൻ്റെ. പക്ഷേ ഈ സാധനം എടുത്തു വന്നപ്പോൾ ഇതുപോലെ കറക്റ്റ് ആ ലാലോണം നല്ലോണം പ്രോഗ്രാം പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഹാഫിലോട്ട് കിടക്കുമ്പോൾ നമ്മുടെ പ്രഭാസണ്ണൻ വരുന്നുണ്ട്. പ്രഭാസണ്ണൻ്റെ റോൾ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കൂട്ടത്തിൽ ഇച്ചിരി കൂടി ഭേദപ്പെട്ടൊരു ക്യാരക്ടർ എനിക്ക് തോന്നുന്നു പ്രഭാസനാണ് കിട്ടിയിരുന്നു തോന്നുന്നു. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട വേറെ സംഭവം, ഇതിലെ വാൾപ്പൈറ്റൊക്കെ ഉണ്ട്. വാൾപ്പൈറ്റ് ഫൈറ്റ് സീനൊക്കെ ഉണ്ട്. എന്തൊരു കൂറ ലെവലിൽ എടുത്തു വെച്ചിരിക്കുന്നു അറിയൂ. ഫൈറ്റ് അവിടെ നിൽക്കട്ടെ, ഫൈറ്റിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, ഇതിലെ വാൾപ്പൈറ്റ് ഉണ്ടല്ലോ, ഇതിലെ വാൾപ്പൈറ്റ് നിങ്ങൾ കാണണം, നമുക്ക് ചിരി വരും. അതായത് ഇങ്ങനെ
ഇതെന്തൊരു ഇങ്ങനെ രസമാണ് വാൾപ്പേറ്റ് അത്ര ഇങ്ങനെ തട്ടിക്കൊടുക്കുക. ലാലേട്ടനത് ഇതിലെ വാൾപ്പേറ്റ് ലാലേട്ടൻ വാൾപ്പേറ്റ് നടത്തുന്നുണ്ട് നായകനായിട്ട്. അതുപോലെ തന്നെ പ്രഭാസ് വാൾപ്പേറ്റ് നടത്തുന്നുണ്ട്. പിന്നെ വില്ലന്മാർ സ്റ്റാർട്ടിങ് ഒരു വില്ലന്റെ കൂടെ ഒരു വാൾപ്പേറ്റ് പരിപാടികളൊക്കെ ഉണ്ട്. ഇതൊക്കെ വാൾപ്പേറ്റ് നടന്നു വെച്ചിട്ടുണ്ടെങ്കിൽ വെറുതെ അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. ഇതൊന്നൊരു കോൽക്കളിയാ. വാള് വെച്ചിട്ട് ചുമ്മാ തട്ടിക്കൊടുക്കുക, വെറുതെ ഇങ്ങനെ തട്ടുക. ഇങ്ങനെ പറഞ്ഞ് തട്ടുക. ഈ തട്ടുമ്പോ നായകൻ ഇത് തട്ടുമ്പോഴേക്കും നായകൻ വാളിട്ട് തെറിച്ചു പോകുന്നു. എന്തിട്ട് കാണിക്കണം നല്ല പൊന്നെ. പറഞ്ഞാൽ തരില്ല, കുറെ ഉണ്ട്. പക്ഷെ ഈ സിനിമയുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്തെന്ന് വെച്ചാലേ, ഇതൊരു അപരാധമാണെങ്കിലും നമുക്കിത് മലങ്കൾടെ ആസ്വദിക്കാം. ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ 3 മണിക്കൂറിനെങ്കിൽ നമുക്ക് മലങ്കൾട്ടായിട്ട് ഈ സിനിമ ആസ്വദിക്കാം. ഭ്രാന്ത് പിടിക്കില്ല. മെന്റൽ അല്ലെങ്കിൽ ലാഗോ അല്ലെങ്കിൽ ഇപ്പൊ ചില ഈ വർഷത്തെ അപരാധങ്ങൾ നമ്മൾ ഈ ഇന്ത്യൻ 2, കങ്കുവ, ഇതൊക്കെ കണ്ടിരിക്കാൻ തന്നെ പ്രയാസമാണ്. ആ സൈസ് അപരാധങ്ങളാണ് ഈ ഇന്ത്യൻ 2ഉം കങ്കുവ പോലത്തെ പടങ്ങളൊക്കെ. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ സിനിമ നമുക്ക് മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാം. മലങ്കൾട്ടായിട്ട് ആസ്വദിക്കാനാണെങ്കിൽ ഈ സിനിമ ബെസ്റ്റാണ്. ഈ ബാറിനൊക്കെ 2 എണ്ണം അടിച്ചിട്ടൊക്കെ കയറുകയാണെങ്കിൽ തിയേറ്ററിൽ നല്ല രസമായിരിക്കും അവർക്ക് ഈ പടം. അത് മലങ്കൾട്ടായിട്ട് ഈ പടം ആസ്വദിക്കാം. അത് ഞാൻ 100% ഉറപ്പിച്ച് പറയാം. കാരണം അതുപോലെ ചിരിക്കാണ്ട് മലയാളം ലാലേട്ടനൊക്കെ ഡയലോഗ് പറയണ സീനൊക്കെ എൻ്റെ പൊന്നോ, നിങ്ങൾക്ക് ചിരി വരുന്നു. ഈ ലാലേട്ടൻ്റെ ഡയലോഗ് അവിടെ നിൽക്കണം. ലാലേട്ടൻ്റെ 5 മിനിറ്റ് ക്യാരക്ടർ ഒരു നല്ല റോള് കൊടുത്തിട്ട് പോലും അത് നശിച്ചു പോയി ആ സാധനം. ലാലേട്ടൻ്റെ ഡബ്ബ് ലാലേട്ടൻ തന്നെയാണ് മലയാളത്തിലെ ഡബ്ബ് ചെയ്തിരിക്കുന്നത്. വന്നിട്ടും ഭയങ്കര മോശം തന്നെയായിരുന്നു. അതുപോലെ തന്നെ പ്രഭാസിന് ഇതിൽ ഡബ്ബ് ചെയ്തിരിക്കുന്നത് ഏതൊരു 60-70 വയസ്സുള്ള ഒരു കിളവനാന്ന് തോന്നുന്നുണ്ട് ഇതിൽ പ്രഭാസിന് ഡബ്ബ് ചെയ്തിരിക്കുന്നത്. പ്രഭാസിനോട് സ്ഥിരമായിട്ട് ഒരാളാണ് ഡബ്ബ് ചെയ്യാറ്. ഓൾമോസ്റ്റ് എല്ലാ പടത്തിലെങ്കിലും ഒരുവിധം പ്രഭാസിന്റെ പേര് കേട്ട പടങ്ങളൊക്കെ മലയാളം ഡബ്ബിഡ് കേരളത്തിൽ ചെയ്യുന്നത് ഒരാൾ തന്നെയാണെന്നാണ് എൻ്റെ ഒരു ഇതിൽ. പക്ഷെ ഇതിലോട്ട് വരുമ്പോൾ ഇതിൽ പ്രഭാസിന് ഡബ്ബ് ചെയ്തിരിക്കുന്നത് ഏതോ ഒരു കിളവനാണ് ഡബ്ബ് ചെയ്തിരിക്കുന്നത്. ഒരു മാച്ചും ഇല്ലാത്ത മലയാളം ഡബ്ബിങ് വളരെ മോശം, വളരെ വളരെ മോശമായിട്ടുണ്ട് ഈ സിനിമയുടെ മലയാളം ഡബ്ബ് എനിക്ക് തോന്നിയത്. മലങ്കൾട്ടായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ മലങ്കൾട്ടായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സിനിമ ആസ്വദിക്കാം. അതുപോലെ തന്നെ പിന്നെ എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടെന്ന് അറിയില്ല. അങ്ങനെ പോകുന്ന ഈ സിനിമയുടെ വിശേഷങ്ങൾ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഒരു ഗ്രാഫിക്സ് അപരാധമാണ്. അപ്പം നിങ്ങളിത് അനുഭവിച്ചറിയും. നിങ്ങൾ തിയേറ്ററിൽ കണ്ട നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ സാധനം. തിയേറ്ററിൽ കണ്ട നല്ല എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഇന്നലെ കാണാൻ പോയിട്ട് 10 പേരുണ്ടായിരുന്നല്ലോ. അതിൽ തന്നെ 2 എണ്ണം കുടിച്ചിട്ട് കയറി. കാരണം നല്ല രസമായിരുന്നു തിയേറ്ററിൻ്റെ അകത്ത്. എന്തായാലും എല്ലാം കൊണ്ടും ഒരു ഗ്രാഫിക്സ് അപരാധമാണ് സിനിമ. ബാക്കി ഇനി നിങ്ങൾ കണ്ടിട്ട് പറയും.